സെൻസിറ്റിവിറ്റി എല്ലാവർക്കും ഇപ്പോൾ ഫ്രീ ഫയറിൽ സെൻസിറ്റിവിറ്റി ആയിരിക്കും വേണ്ടപ്പെട്ട സാധനം. അപ്പോൾ സെൻസിറ്റിവിറ്റി എങ്ങനെ നമുക്ക് അതായത് പെർഫെക്റ്റ്ലി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു സെൻസിറ്റിയും കാര്യങ്ങൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെൻസിറ്റിയും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെയ്ഡ് സെൻസി ആണെങ്കിൽ തരാൻ പോകുന്നത്. അപ്പോൾ അതിന് പൈസയും കാര്യങ്ങളും കൊടുത്തിട്ടായിരിക്കും എല്ലാവരും സെൻസി കൊടുക്കുക. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മസ്റ്റ് സബ് ചെയ്ത് വെക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ആരിത് സ്കിപ്പ് ചെയ്ത് പോകാൻ ഇത് കാരണം എന്താ വെച്ചാൽ വീഡിയോ ആകെ കുറച്ച് ലെങ്ത് ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാലേ നിങ്ങൾക്ക് സെൻസിറ്റിയും കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് സെൻസിറ്റിവിറ്റി. ഇതാണ് 2GB മുതൽ 4GB വരെയുള്ള ഫോണുകൾക്ക് പറ്റിയ സെൻസിറ്റിവിറ്റി. ഇപ്പോൾ 4GB മുതൽ 7GB വരെയുള്ള ഫോണുകൾക്ക് പറ്റിയ സെൻസിറ്റിവിറ്റി ഇതാണ്. പിന്നെ 7GB മുതൽ 10GB വരെയുള്ള ഫോണുകൾക്ക് പറ്റിയ സെൻസിറ്റിവിറ്റി ഇതാണ്. പിന്നെ 10GB മുതൽ 12GB റാം വരെ ഉള്ളവർക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റിയാണ്. ഇപ്പോൾ എല്ലാവർക്കും സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ്ലി ആവാം, അതായത് ചിലവർക്ക് ഇപ്പോൾ റീക്കോലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കുറച്ച് ടിപ്പും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പൊട്ടനല്ല ന്യൂബെന്ന് വിളിക്കും. സെൻസിറ്റിവ് കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആ ക്ലിപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ട്രെയിനിങ് ഗ്രൗണ്ട് പോവുക. ട്രെയിനിങ് ഗ്രൗണ്ട് പോയിട്ട് ഈ UMB MIT ഡെസേർട്ട് ഈഗിൾ ഇത് നമ്മൾ മാച്ച് അതായത് ഫ്രീ ഫയർ കയറുന്ന ടൈമിലാണ് ചെയ്യേണ്ടത്. CS ഉം BR ഉം കളിക്കുന്നതിന് പകരം ഫസ്റ്റ് തന്നെ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ട് പോയിട്ട് സെറ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്റ്റേബിളായി നിൽക്കുന്നതിന് ശേഷം സ്റ്റേബിളായി നിൽക്കുന്ന എനിമീനെ അടിക്കുക. അതായത് ഈ ബോട്ടുകളെ അടിച്ചുകൊണ്ട് നിൽക്കുക. മിഡ് റേഞ്ചിൽ വേണം നമ്മൾ അടിക്കാൻ. അപ്പോൾ ഷോർട്ട് റേഞ്ചോ ലോങ് റേഞ്ചോ ഒരിക്കലും പോരുത്. മിഡ് റേഞ്ച് വെച്ചിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് നിൽക്കുക. അതായത് നമ്മൾ സ്റ്റേബിളായി നിൽക്കണം, പിന്നെ എനിമി സ്റ്റേബിളായി നിൽക്കണം. ഇനി കാണുന്നതാണ് നമ്മൾ മൂവ്മെൻറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ മൂവ്മെൻറ്റ് ഇട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ മൂവ്മെൻറ്റ് ഇട്ടുകൊണ്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവനക്ക് സെൻസിറ്റിവ് കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല, അപ്പോൾ എനിക്ക് എന്തോ റീക്വലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്പോൾ കാണിച്ചു തരാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും സെൻസിറ്റിവ് കാര്യങ്ങൾ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ക്ലിപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ പോവുക. അതിൻ്റെ ഇവിടെ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടേക്ക് പോയതിന് ശേഷം ഇവിടെ ഉണ്ടാവും കുറച്ച് എനിമീസ്. ഐറ്റങ്ങൾ മൂവ്മെൻറ്റ് ഇട്ടുകൊണ്ടായിരിക്കും കളിക്കുന്നുണ്ടാവും. മൂവ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ റൺ ചെയ്യണ എനിമീസ് ആയിരിക്കും. അപ്പോൾ ഓരോയും കാര്യങ്ങളും ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഫസ്റ്റ് UMB പിന്നെ ഡെസേർട്ട് ഈഗിൾ പിന്നെ MIT അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ടിപ്പുകളും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ലപോലെ കളിക്കാനും പറ്റുന്നതായിരിക്കുന്നുണ്ടാവില്ല, സെൻസിറ്റീവ് കാര്യങ്ങൾ പെർഫെക്റ്റ് ആവില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു സെൻസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസമെങ്കിലും ആവും നമ്മൾ സെൻസിറ്റീവ് നമുക്ക് പെർഫെക്റ്റായി നിൽക്കാൻ. അപ്പോൾ എല്ലാവരും അതുവരെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അതായത് ട്രെയിനിങ് ഗ്രൗണ്ട് ഞാൻ അപ്പോൾ കാണിച്ചതല്ലോ, അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നവർക്ക് പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷനും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും കാര്യങ്ങളും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ കളിക്കാറ്റുണ്ടാവും. അപ്പോൾ ടഡ്സിയാണ് അതിന് വേണ്ടത്. പിന്നെ ലൂണ, പിന്നെ കെല്ലി, പിന്നെ DB ആണ്. പിന്നെ വരുന്നത് ഫ്ലാഷ് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ നിങ്ങൾ വെച്ചിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.